ഹായ് ഫ്രണ്ട്സ്, സമദ് ഡെയിലി ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ ഇതേമാതിരി ടോർച്ച് ഉണ്ടാവുമല്ലോ, ഈ ടോർച്ചിന് ചാർജറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ചാർജിങ് ഒക്കെ വർക്കിംഗ് ഫുള്ള് റെഡി ആയിരിക്കും. കണ്ടോ, ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിലേക്ക് ചാർജ് കയറുന്നില്ല. കണ്ടോ, ഇതിഞ്ഞ് ഇത് നോക്കി അറിയാമല്ലേ, ചാർജ് കുറവാണത്. സാധാരണ രീതിയിലാകുമ്പോൾ സ്വിച്ച് ഓഫാക്കി ഓൺ ആക്കുമ്പോൾ ഇവിടെ ലൈറ്റിൽ കുറഞ്ഞ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇത് വരുന്നില്ല, കണ്ടേ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ ചാർജറിൻ്റെ പ്രശ്നം, ചാർജർ വർക്കിംഗ് ഇവിടെ റെഡിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി നമ്മൾ അയച്ചു നോക്കും. ബാറ്ററിൻ്റെ പ്രശ്നം വെച്ചാൽ ബാറ്ററി നമ്മൾ മാറ്റി നോക്കും. അപ്പം ഇത് ബാറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആവരുത്. അപ്പം ഇതിൻ്റെ പ്രശ്നം എവിടെ വരുന്നത് വെച്ചാൽ നമ്മൾ ചാർജറിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ ചാർജറോടെ വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ റെഡ് ലൈറ്റ് നമുക്ക് കത്തണം കാണാൻ, കണ്ടില്ലേ. ഓക്കെ, അപ്പം നമുക്കിത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ട് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ. അപ്പോൾ ഇത് മിക്കവാറും ഈ പിന്നിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഈ വോൾട്ട് 20 എന്നുള്ളിടത്ത് മൾട്ടിമീറ്റർ നോബ് തിരിച്ചു വെക്കുക. ഓക്കെ, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, വോൾട്ട് വരുന്നില്ല, കണ്ടില്ലേ. റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ടില്ലേ. മൾട്ടിമീറ്റർ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല, കണ്ടില്ലേ. കണ്ടോ, ഒരു 18 കണ്ടോ, അത്ര കാണിക്കണുള്ളൂ. 13.14 കാണിക്കണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമുക്ക് ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഭാഗം എന്താ, ഇവിടെ നമുക്ക് എന്താ ചെയ്യാം, ഒന്ന് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ആണല്ലേ. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ വയറ് വരുന്നത് റെഡും വൈറ്റാണ് വരുന്നത്. അതായത് ഈ റെഡാണ് നമ്മളെ പോസിറ്റീവായിട്ട് വരിക, ഈ വൈറ്റാണ് നെഗറ്റീവായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, 5.21 കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വരെ ചാർജിങ് വരുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കേബിളിൻ്റെ പ്രശ്നമാണ് നമുക്ക് വരുന്നത്. അവന്ന് കേബിൾ കട്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ടായി പോയി, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഓഫാക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം ഇത് AC ഇവിടെ ഡയറക്റ്റ് വരികയാണ്, ഇവിടുന്ന് DC ആവുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ കൈ തൊട്ട് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഷോക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതൊക്കെ ഇനി നമുക്ക് പിന്നെ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര വോൾട്ട് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡാണ് കണ്ടോ, ഇതിൽ റെഡാണ് പോസിറ്റീവ് വരിക, വൈറ്റ് നെഗറ്റീവാണ് വരിക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കണ്ടോ, അതൊക്കെ റെഡിയായി, കണ്ടില്ലേ. 5.21 വോൾട്ട് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിന്നിൻ്റെ പ്രശ്നം, അതായത് പിന്നിന് നമുക്ക് ആകെ 10 രൂപ പിന്നെ ചാർജ് വരുന്നുള്ളൂ. 10 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പിന്ന് കിട്ടും. ഇലക്ട്രോണിക് ഷോപ്പ് പോയാൽ 10 രൂപ ഇങ്ങനത്തെ പിന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഈ പിന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഫിറ്റ് ചെയ്യണമെന്നുള്ളത്. ചാർജർ ഓഫാക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പിന്ന് വരുന്നത്. ഇത് അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് നമുക്കൊന്ന് അയച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ടേ, ഇത് പിന്നിതാ ഈ ടോപ്പിനുള്ളിൽ കൂടെ നമുക്ക് ഇതിൻ്റെ 2 വയർ നമുക്ക് ഉള്ളിൽ കടത്തി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പിന്നിൽ നെഗറ്റീവ് പോസിറ്റീവ് മാറാൻ പാടില്ല. ഈ ഉള്ളിലത്തെ പിന്നാണ് നമ്മൾ പോസിറ്റീവ് വരിക.
കണ്ടില്ലേ ഉള്ളിലത്തെ ഈ ഉള്ളിൽ കാണുന്നതാണോ ഇതിന് ഉൾഭാഗമാണ് പോസിറ്റീവ് വരിക, ഇത് നെഗറ്റീവാണ് വരിക. അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാലിൽ പോസിറ്റീവ് വരിക, ഇത് നെഗറ്റീവാണ് വരിക. അത് കൺഫ്യൂഷൻ തീർക്കാൻ നമുക്ക് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമ്മളെ ഈ ഇവിടെ ഈ ഡയോഡിൻ്റെ ചിഹ്നം കാണുന്നത് അതിന് തിരിച്ചു കൊടുത്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ ഒരു പിന്ന് ഇതേമാതിരി ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. മറ്റേ പിന്ന് ഈ ചെറിയ പിന്നതാ അല്ലേ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് റെഡി ആണല്ലോ. അപ്പോൾ ഇത് ആണോ അതാണ് ഉള്ളിലത്തെ പിന്ന് വരുന്നത്. കണ്ടല്ലേ? ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടല്ലേ? ഈ ചെറിയ പിന്നാണ് വരിക. ഓക്കെ 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 ഇനി നമ്മൾ പിന്നുമേലെ നമുക്ക് ഈ റെഡ് വയർ നമുക്ക് കണ്ടോ ഈ ചെറിയ പിന്നതാ ഈ ഭാഗത്ത് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്തു. കണ്ടല്ലേ? ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മളെ ഈ വൈറ്റ് വയർ നെഗറ്റീവാണ് വരിക. അതും കൂടി നമുക്കൊന്ന് എന്താ ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വയർ ജസ്റ്റ് വലിഞ്ഞ് പോരാക്കാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മടക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി പ്ലെയർ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഓക്കെ, കണ്ടല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിന്ന് ടോപ്പൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ പിന്നാണ് പോസിറ്റീവ് വരിക, പുറത്തെ പിന്നെ നെഗറ്റീവാണ് വരിക. കണ്ടോ? ഓക്കെ, കണ്ടല്ലേ? ഓക്കെ, 5.22 കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, കണ്ടോ? 10 രൂപ ചിലവ് നമുക്ക് ആദ്യത്തിന് വരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ സാധനം പിന്നെ ഒഴിവാക്കി പുതിയൊരു മേടിക്കാൻ ചെയ്യുക. അങ്ങനത്തെ കംപ്ലൈൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് ടോർച്ചുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാർജർ ഓഫാക്കി. ഇനി നമുക്കൊന്ന് പിന്നൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഓൺ ആക്കുക. കണ്ടല്ലേ? എന്നിട്ട് നമുക്ക് സ്വിച്ച് ഇട്ട് കൊടുത്താൽ അറിയാം. കണ്ടല്ലേ? കണ്ടോ? അപ്പോൾ ചാർജിങ് റെഡിയാണിത്. കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.